ഉണ്ട്. നമുക്ക് ഈശോയുടെ വലിയ വാഗ്ദാനം എല്ലാം നമ്മുടെ ഈ സങ്കീർത്തനങ്ങൾ 91 മുഴുവനും കൂടുതൽ ഭാഗവും വാഗ്ദാനങ്ങളാണ്. അത് വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോഴാണത് നമുക്ക് അനുഗ്രഹമായി മാറുന്നത്. അല്ലെ, വിശ്വസിക്കുന്നവരുടെ കൂടെ ദൈവത്തിന്റെ എന്തുണ്ട്? അടയാളമുണ്ട്. അടയാളം എന്ന് പറഞ്ഞാല് ഒരു അടയാളം എന്ന് പറയുന്നത് തന്നെ വാഗ്ദാനമാണ്, അല്ലെ? ഇപ്പൊ പ്രവാചകർ പ്രവചിച്ചു വെച്ചിരിക്കുന്ന പ്രവചനങ്ങള് പൂർത്തിയാകുന്നത് അന്ന് തന്നെയല്ല, അല്ലെ? ഈശോയുടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് 2024 ഇപ്പൊ ഈശോ പക്ഷെ ഭൂമിയിൽ ജനിച്ചത് വെച്ച് നോക്കുമ്പോൾ പഴയ നിയമത്തിന്റെ കാലയളവ് വെച്ച് നോക്കുമ്പോൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ പ്രവചിച്ച് യേശയ്യാ പ്രവാചകനിൽ കൂടിയും അതുപോലെ ബലാം പ്രവചിക്കുന്നുണ്ട്, അല്ലെ? അപ്പോ ഇവരൊക്കെ പ്രവചിച്ചു വെച്ച പ്രവചനങ്ങള് പഴയ നിയമത്തിൽ വന്നപ്പോ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, അല്ലെ? അപ്പോ ഇത് ജ്ഞാനികളും ഇത് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജ്ഞാനികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ വ്യക്തതയുണ്ട്, ഇന്ന സ്ഥലം, ഇന്ന വ്യക്തി, ഇന്നതാണ് കാര്യം എന്നൊക്കെ വ്യക്തതയുണ്ട്. പക്ഷെ സാധാരണ മനുഷ്യർക്ക് അറിവില്ല. അതുകൊണ്ട് ഈ പ്രബോധനങ്ങൾ കൂടിയും പ്രവചനങ്ങൾ കൂടിയാണ് മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിന്റെ ഈ വാഗ്ദാനങ്ങൾ അല്ലെ പ്രവചനങ്ങളെ എങ്ങനെയാണ് പൂർത്തീകരിച്ചതെന്ന് മനസ്സിലാക്കി തരും, അല്ലെ? പ്രവചനങ്ങള് നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഉൽപ്പത്തിയുമായിട്ട് നമ്മള് വായിച്ചു പോയാല് വെളിപാട് വരെ കണക്ഷൻ ഉണ്ട്, അല്ലെ? റിലേഷനാണ് ഓരോ വചനങ്ങൾക്കുള്ളത്. ഇപ്പൊ നമ്മള് അല്ലാതെ ഉൽപ്പത്തിയില് ഇപ്പൊ നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഫുട് നോട്ട് ഉണ്ടല്ലോ താഴെ, അപ്പൊ അതിലൊക്കെ എന്തിനാണ് ശരിക്കും പറഞ്ഞ എല്ലാ വചനങ്ങളുടെയും ഫുട് നോട്ടൊന്നും ഇല്ല. ഞാൻ വേറൊരു വചനം നോക്കിയപ്പോഴേക്കും സെയിം ഡിറ്റോ ആയിട്ടുള്ള വചനം, പക്ഷെ ഫുട് നോട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനോർത്തു ഫുട് നോട്ട് എല്ലാത്തിനും ഇല്ല, പക്ഷെ ഉള്ളത് തന്നെ നമുക്ക് നോക്കാൻ നേരമില്ല, അല്ലെ? അപ്പോ അത്രമാത്രം റിലേഷൻ ഉണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ. വളരെ റിലേറ്റീവ് ആയിട്ടുള്ള വചനഭാഗങ്ങളും വ്യക്തികളും. കാരണം എന്താണ്? ഒരാള് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ കോരികളാവുന്ന മനുഷ്യരെ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെ? ദൈവം ഉപയോഗിച്ച വ്യക്തികളാണ് എല്ലാം. അപ്പം ഇവരിലൊക്കെ ഉള്ളവരിലെ എല്ലാവരുടെ ഉള്ളിലുള്ള ആ ഒരു വിശ്വാസ തീക്ഷ്ണതയും ദൈവസ്നേഹത്തിന്റെ ഒരു എന്താണ് സ്ഥൈര്യവും കണ്ടിട്ടാണ് ആ വ്യക്തികളെയൊക്കെ ദൈവം ഉപയോഗിക്കുന്നത്, അല്ല? അന്നത്തെ കാലത്ത് വചനം പ്രഘോഷിക്കുമ്പോൾ പറമ്പ് നിറച്ച് ഒരു മലമുകളിൽ പോയി നിന്നിട്ട്, കാരണം ഇന്നത്തെ പോലെ ഹോളൊന്നും ഇല്ലല്ലോ, അന്ന് വിജനമാണ്, അല്ലെ? വലിയ വിജന പ്രദേശത്തൊക്കെ പോയി നിന്നിട്ടാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ എത്ര പേരുണ്ടായിരുന്നു വിശ്വാസത്തോടുകൂടെ സ്വീകരിച്ചവര്, അല്ലെ? അപ്പോ എല്ലാവരും വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുന്നില്ല. നമുക്കിപ്പോ എന്താണ് എല്ലാം കേൾക്കാൻ, ചില കാര്യങ്ങൾ കേൾക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും, ചില പാട്ടുകൾ നമുക്ക് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതെന്താ? നമ്മൾ ആസ്വദിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലേ? അല്ലേ? നമ്മൾ ഇപ്പൊ ഡാനിയേൽ അച്ഛന്റെ ഒക്കെ ടോക്ക് എന്ന് പറഞ്ഞാല് കുറെ പേര് ആസ്വദിക്കുകയാണ്. ആസ്വാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസരണത്തിലേക്ക് എത്തണമെന്നില്ല. ആസ്വാദനം എന്ന് പറഞ്ഞാൽ സംസാരത്തിന്റെ ആ ഒരു പ്രൗഢഗംഭീരതയിൽ അങ്ങോട്ട് മുഴുകിയിരിക്കുകയാണ്. ചില പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിരിക്കും, എന്താണ് കേട്ടിരുന്നു പോകും എന്ന് പറയാറില്ലേ? എന്താണ് അതിന്റെ ആ ഒരു എന്താണ് വാക്ചാരുതിയിൽ, അല്ലെ? ഇപ്പൊ നമ്മള് എന്താണ് അങ്ങനെ ഒരുപാട് പ്രാസംഗികരൊക്കെ ഉണ്ട്. എല്ലാം നന്മകൾ പറയുന്നവരുണ്ട്, മോശമായ കാര്യങ്ങൾ. ഇപ്പൊ മോശമായ കാര്യങ്ങൾ മനുഷ്യർ വിശ്വസിക്കാൻ തക്ക വിധത്തില് വളരെ കൃത്യതയോടുകൂടെ പറഞ്ഞ് ഫലിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. എന്താണ്? അത് കേട്ട് വിശ്വസിച്ച് മോശം ജീവിതത്തിന്റെ അപകട മേഖല കൂടി പോയവരുണ്ട്, ഇല്ലേ? ദൂരം ആൾക്കാരുണ്ട്, ഇല്ലേ? ആത്മീയതയില് കള്ളന്മാര് കൂടുതലാണ്. ഭൗതികതയില് കള്ളന്മാര് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ ആത്മീയതയില് ഭൗതികതയേക്കാൾ കൂടുതൽ കള്ളന്മാരുണ്ട്, അല്ലേ? അപ്പോ ഈശോയുടെ വാഗ്ദാനം എന്ന് പറഞ്ഞാല് വളരെ ക്ലിയർ ആണ്. ക്ലിയർ എന്ന് വെച്ചാല് ഈശോ പറയുന്നില്ല, ദൈവം പറയുന്നില്ല അപകടങ്ങള് നിന്റെ മുമ്പില് ഉണ്ടാകുമെന്ന് തന്നെ പറയണത്,
അല്ലെ? അതെ അതെ ഏ ആ അതെ ഒന്നും എന്താണ് ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല, പക്ഷെ നിന്നെ ഞാൻ സംരക്ഷിക്കും. അല്ലെ? ഏതോ ഒരു അതെ പ്രവാചകൻ ജെറമിയ പ്രവാചകനോടാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറയുന്നത്. പക്ഷെ നിനക്ക് നീ പോകുന്നിടത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ ജീവൻ മാത്രം ഉണ്ടാവും, ജീവൻ സംരക്ഷിക്കപ്പെടും. അതുപോലെ ദാനിയേൽ പ്രവാചകനോട് പറയുന്നു. ഇവർക്കൊക്കെ പരിക്കുകൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും, തടസ്സങ്ങൾ ഉണ്ടാവും, പക്ഷെ ജീവൻ സംരക്ഷിക്കും. ജീവൻ മേല് ദൈവത്തിന്റെ ഒരു പ്രത്യേകമായ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് കാരണം ഇങ്ങനെ വിലപിക്കുകയാണ് ജെറമിയ പ്രവാചകനൊക്കെ ഈ മനുഷ്യരുടെ ദുരിതങ്ങളെ കണ്ട് വിലാപങ്ങൾ എന്നൊരു പുസ്തകം എഴുതിയത് ജെറമിയ അല്ലേ? അതെ അപ്പോൾ അതെ ഇതൊക്കെ എല്ലാം കണ്ട് വിലപിക്കുന്ന ഒരു ഹൃദയത്തിന്റെ മുമ്പിൽ ദൈവം പറയുന്നത്, നിന്റെ ജീവൻ ഞാൻ സംരക്ഷിക്കും, പക്ഷെ ഈ കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നത് ദൈവമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം വിശ്വാസത്തോടുകൂടെ നോക്കിക്കാണണം. ഇപ്പോ ഒരു തടസ്സം വരുമ്പോ വിശ്വാസികള് ദുർബലമാകാം, ശക്തരാകാം, അല്ലെ? അതെ അത് വിശ്വാസത്തിന്റെ ശക്തി പോലെ ദുർബലത പോലെ ഇരിക്കും, അല്ലെ? വിശ്വാസത്തിന്റെ ഒരു എന്താണ് അവനവന്റെ പേഴ്സണാലിറ്റി കയറി ദൈവം ഇടപെടാറില്ല, പക്ഷെ ദൈവം നോക്കിക്കാണും. പക്ഷെ നമ്മുടെ കൂടെ നടക്കുന്ന ആർക്കും നമ്മളെ പേഴ്സണാലിറ്റി റിയൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല നമ്മുടെ വാക്കുകളിൽ പോലും മനസ്സിലാക്കാൻ പറ്റാറില്ല, അല്ലെ? പല വഞ്ചിക്കപ്പെട്ട ജീവിതങ്ങളും പറയണത് ഭയങ്കര, അതായത് കഴിഞ്ഞ എന്താണ് ഒരു ലേഡി തൃശ്ശൂരാന്ന് തോന്നണു, തൃശ്ശൂർ എറണാകുളം അങ്ങനെ എന്താ തോന്നുന്നു, അങ്കമാലി സൈഡായിട്ടും തോന്നണ്. അവരുടെ മക്കള് തന്നെ അവരെ ജയിലില് കയറ്റുന്ന ഒരു വലിയൊരു ഉണ്ടായി. ചാലക്കുടി. അത് തന്നെ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ അവര് സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് മാരകമായ അപകടത്തിലേക്ക് അവരെ ജയിലിൽ കയറ്റുവാനും അവരെ ട്രാപ്പിലാക്കാനൊക്കെ നോക്കിയത് കണ്ടോ? സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അപകടം കെണിവെക്കുന്ന അവസ്ഥ. ഇത് മൃഗങ്ങളൊന്നുമല്ല, അല്ലേ? സ്വന്തം വീട്ടിലെ സ്വന്തം മക്കള് തന്നെ, അല്ലെ? അപ്പൊ ആരെ വിശ്വസിക്കും? മരുമക്കളും മരുമകളുടെ അനിയത്തിയും കൂടെ ചേർന്നിട്ടാ ചെയ്ത്. അതാണ്. അപ്പൊ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രമാത്രം വഞ്ചനയുടെ മുമ്പിൽ കൂടി കടന്നു പോകുന്നൊരവസ്ഥയെ. അപ്പൊ നമ്മള് ഒരു കാരണവശാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ടാണ് നമുക്കൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് ദൈവം സഹായിക്കുന്നത്. ആശ്രയിക്കാത്തവരെന്ത് ചെയ്യും? കെണിയിൽ വീഴും, ചെറിയ ചാടുവാക്കിൽ വീഴും, പഞ്ചാരവാക്കിൽ വീഴും, ചതിക്കുഴിയിൽ വീഴും, അല്ലേ? എന്തോരം മനുഷ്യര് വീഴുന്നു. ഇപ്പൊ നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ ചിലപ്പോ നമുക്ക് വീഴാൻ സാധ്യതയുണ്ടെങ്കിലും നമ്മള് ദൈവ വിശ്വാസത്തിലൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ കണ്ണമ്മേ കൊള്ളുന്നത് പിരിയത്ത് കൊണ്ട് പോറി എന്ന് പറഞ്ഞ പോലെ കടന്നു പോകാൻ ദൈവം അനുവദിക്കും, അല്ലേ? അപകടങ്ങൾ ഒത്തിരി വരാൻ സാധ്യത ഉണ്ടായിരുന്ന ജീവിതങ്ങൾ, സാഹചര്യങ്ങളൊക്കെ എനിക്ക് ജീവിതത്തിൽ ഒത്തിരി വന്നിട്ടുണ്ട്. പക്ഷെ എന്റെ കീറി മുറിച്ചൊന്നും പോയില്ല, വെറുതെ ഒന്ന് തോണ്ടി പോറിയ പോലെ അങ്ങോട്ട് പോയുള്ളൂ. കാരണം എന്താ? നമ്മൾ ഒരാളില് കൂടുതലും ബലപ്പെടുത്തിയ ഒരു വിശ്വാസം എങ്ങനെ നമ്മള് അതിനെ സൂക്ഷിക്കുന്നു, അത് പിന്നെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മളല്ല, ദൈവമാണ്. ഞാനിങ്ങനെ ഇടയ്ക്ക് കർത്താവിനോട് ചോദിക്കാറുണ്ട്, ദൈവം എന്താണ് സംരക്ഷിക്കാൻ എന്താ ഞാൻ ക്രോസ് ചെയ്യും ഞാൻ ചില സമയത്ത്. പക്ഷെ ചിലപ്പോ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കാം. നമ്മളെ കീറിമുറിച്ച് പോകുന്ന ഓരോ വ്യക്തിയും ദൈവത്തിന്റെ മുമ്പിൽ ആരും പ്രാർത്ഥിക്കാനില്ലാത്തവരായിരിക്കും. ചിലപ്പോ നമ്മുടെ വഴിയാത്രകളിൽ നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികളൊക്കെ ലോകത്തിന്റെ മുമ്പില് അനാഥകളെ പോലെ ജീവിക്കുന്നവരായിരിക്കാം. ആളുകളൊക്കെ ഉണ്ടാകും, പക്ഷെ അവരെ സഹായിക്കാൻ ചിലപ്പോ വിശ്വാസമുള്ള ദൈവസ്നേഹമുള്ള ആരും ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ പോകുന്നവരെ നമ്മളെ വെറുതെ തോണ്ടിക്കൊണ്ട് പോകും. അപ്പൊ നമ്മള് ഭയങ്കരമായിട്ട് വിഷമിക്കുമ്പോ നമുക്ക് നീതി കിട്ടാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ജീവിതവും ഒക്കെ ഒരു പരിവരാവസ്ഥയാണ്. അപ്പൊ നമ്മൾ ചോദ്യം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ കർത്താവ്, എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിക്കും. പക്ഷെ കർത്താവിന്റെ ചിന്തയിൽ അങ്ങനെയായിരിക്കും, എന്നോട് തെറ്റ് ചെയ്തിട്ട് ദൈവത്തിന് അറിയാലോ, അല്ലെ? ദൈവത്തിന്റെ എല്ലാ കാര്യം എല്ലാവരെയും വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ദൈവത്തിന് എന്താ? ആ വ്യക്തിയെ വേണം, ആ വ്യക്തിയെ വീണ്ടെടുക്കണം, ആ വ്യക്തിയെ സഹായിക്കണം. അതിന് നിരപരാധികളായ ചില മനുഷ്യരുടെ ജീവിതങ്ങളിൽ ഇങ്ങനെ തോണ്ടിയിട്ടിട്ട്
അല്ലെങ്കിൽ വേദനിപ്പിച്ച് കടന്നു പോകാൻ ഇടയാക്കും. അപ്പൊ എന്താണ്, ദൈവത്തിന് പല പല ചിന്തകളുണ്ട് മനുഷ്യരെ എങ്ങനെയെല്ലാം സഹായിക്കാമെന്ന്. ചില കുടുംബജീവിതങ്ങളില് വിവാഹബന്ധങ്ങള് ഭീകരമായ വലിയ സന്തോഷത്തിൽ തുടങ്ങും, അവസാനം വളരെ ചുരുക്കകാലങ്ങൾ കൊണ്ട് വേർപിരിഞ്ഞു മാറും. എന്തുകൊണ്ടാണ്? ദൈവത്തിന് അറിയാം ഇത് വളരെ ക്രിട്ടിക്കലാണ്. ഇപ്പൊ പണ്ടെന്ന് പറഞ്ഞാല് ഉള്ള ജീവിതങ്ങൾ എന്ന് പറഞ്ഞാല് എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കും. പക്ഷെ ഇപ്പോഴത്തെ ഈ 2000-ന്റെ ജനറേഷൻ, 2021-ന്റെ ജനറേഷൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ കുറച്ചുകൂടി പക്വത വേണം, അല്ലെ? അപ്പൊ അത്രയും പക്വതയൊന്നും ഇല്ല ആളുകൾക്ക്. കാരണം അവര് എഡ്യൂക്കേഷനാണ്. പണ്ട് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഒരു നാട്ടു നടപ്പൊക്കെ അനുസരിക്കുമായിരുന്നു, അനുസരണത്തോടു കൂടെ വിധേയപ്പെട്ടൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എല്ലാവരും എന്താ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തുല്യത വെക്കുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾ അതുപോലെ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. സ്ത്രീകൾ അധ്വാനിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, കാരണം ഞാനിപ്പോ ഓർക്കാറുണ്ട്, ജോലിക്ക് പോകുന്ന സ്ത്രീകള് വീട്ടിലെ സർവ്വ പണിയും കഴിഞ്ഞിട്ടാണ് ജോലിക്ക് പോണത്, അല്ലെ? പക്ഷെ ഈ ജോലിക്ക് പോകുന്ന ആണുങ്ങളോ എന്തെങ്കിലും വീട്ടിൽ ചെയ്യാറുണ്ടോ? ഒന്നും ചെയ്യാറില്ല. അവർക്കെല്ലാം നമ്മൾ പിന്നെയും ചെയ്തു കൊടുക്കുന്ന ആൾക്കാരെ വീണ്ടും ചെയ്യണം. അതും ചെയ്യണം, ഇതും ചെയ്യണം, പിന്നെ ജോലി സ്ഥലത്ത് ജോലി. പക്ഷെ വീട്ടിൽ വന്നാലോ ഒരു സന്തോഷം സമാധാനം ഇല്ലാത്ത എത്രയോ ജീവിതങ്ങളുണ്ട്. അപ്പൊ ഇവരുടെ ജോലി എന്ന് പറഞ്ഞ എന്തോ ഒരു തീരെ എഴുതി കൊടുത്തേക്കുന്ന പോലെ, എന്താണ്, അങ്ങനെയാണ് ലൈഫ് എന്നുള്ളത്. പക്ഷെ ഇവിടെ നമ്മുടെ കേരളീയർക്കാണ് അങ്ങനത്തെ ഒരു ചിന്ത. പക്ഷെ പുറം രാജ്യങ്ങൾക്കൊക്കെ തുല്യതയോടുകൂടെ മാനിക്കുന്നവരും ബഹുമാനിക്കുന്നവരൊക്കെ ഉണ്ട്, അല്ലെ? അപ്പോ നമ്മള് ദൈവത്തിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാല് ദൈവം എല്ലാവരെയും തുല്യതയോടുകൂടെ തന്നെയാണ് സംരക്ഷിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യണം? വാഗ്ദാനം നമ്മളുടെ ജീവിതത്തിൽ നിറവേറപ്പെടണമെങ്കിൽ നമ്മൾ അതിന് വിശ്വസിക്കുകയും വേണം, അതനുസരിക്കുകയും വേണം, ഏറ്റെടുത്ത് അനുസരിക്കണം, അല്ലെ? അനുസരിക്കാതെ നമുക്ക് ഒരു രക്ഷയില്ല. അനുസരണം എന്ന് പറഞ്ഞാൽ എന്താ? അനുസരണം ഐശ്വര്യം നിലനിർത്തുന്നതാണ്, അല്ലെ? നമ്മള് പല കാര്യങ്ങളും അത് ഞാൻ ചെയ്യേണ്ട കാര്യമല്ല എന്ന് നമ്മൾ തള്ളിക്കളയുന്ന പല കാര്യങ്ങളും ദൈവം നമ്മളിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. അത് ഒരു ലിഫ്റ്റിലോട്ട് കയറി പോവാണ്. ലിഫ്റ്റിലോട്ട് കയറണമെന്ന് ആ സ്ഥലത്ത് കൊണ്ടുവന്ന് കുറച്ച് കാശിടും. അങ്ങനെ 2 പേര് കയറി വരും. അപ്പൊ അവരുടെ കാശല്ല. എന്നിട്ട് അവര് കാശിടുന്നത് ഈ ജോലിക്ക് എന്താ ഈ സ്ഥാപനത്തിന്റെ ഉടമയാണ്. അപ്പൊ അവര് ചെക്ക് ചെയ്യാണ് ആളുകളുടെ മെന്റാലിറ്റി എന്താണ്, ഇവര് ഫ്രോഡാണോ ഇല്ല എന്നൊക്കെ ശ്രദ്ധിക്കുമല്ലോ. ഇപ്പൊ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അറിയണമെന്നില്ലല്ലോ. അവരുടെ കയ്യിലെ സർട്ടിഫിക്കറ്റ് അനുസരിച്ചിട്ട് ജോലി കൊടുക്കണം എന്നുള്ളതുണ്ടാവും. പക്ഷെ പേഴ്സണാലിറ്റി അറിയണമെങ്കിൽ വേറെ പരീക്ഷണങ്ങൾ വേണ്ടി വരും. അപ്പൊ അങ്ങനെ ലിഫ്റ്റിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കെട്ട് നോട്ട് അവിടെ ഇടും. അപ്പൊ സെക്യൂരിറ്റിയും കൂടി അതിനോട് ചേർന്നിട്ടാണ് ഈ പണി ഒപ്പിക്കുന്നത്. പക്ഷെ 2 പേരും ആ കാശ് പെട്ടെന്ന് ആദ്യം എടുക്കും, എന്നിട്ട് കിട്ടിയതായെന്ന് പറഞ്ഞ് പോക്കറ്റിൽ വെക്കും. 3ാമത്തെ ഒരു ലേഡി വന്നിട്ട് കാശ് കാണും. അപ്പോ പറയും ഇത് എന്റെ കാശല്ല, അതാ എനിക്കറിയില്ല, ഇത് എന്റെ കാശല്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കും. അപ്പൊ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചെന്ന് ഇപ്പൊ ഈ കാശിടുന്ന ഈ മാഡത്തിനെ കണ്ടിട്ടില്ല, അവരെ ഒളിച്ചിരുന്നിട്ട് ഇതൊക്കെ ചെയ്യണം. അങ്ങനെ ഇന്റർവ്യൂവിന്റെ റൂമിലേക്ക് കയറുമ്പോഴേക്ക് 2 പേരെയും വിളിക്കും. അപ്പൊ എല്ലായിടത്തും ക്യാമറ ഉണ്ട്, എല്ലാ കാര്യങ്ങളും അവർക്ക് വ്യക്തമായിട്ട് അറിയാനും പറ്റും. അപ്പൊ ഈ 3ാമത്തെ ആള് വന്നത് അവര് വളരെ ദരിദ്രം ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയാണ്. അവര് ഈ 3ാമത്തെ ആളെയും വിളിക്കും, ഈ 2 പേരെയും വിളിക്കും. അപ്പൊ അവർ ചെയ്തത് കൃത്യമായിട്ട് അവർ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോ ആദ്യത്തെ 2 പേര്, എന്നിട്ട് ഈ ആദ്യത്തെ 2 പേര് വന്നിട്ടും ഈ പാവപ്പെട്ട സ്ത്രീയെ കളിയാക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്. പക്ഷെ അവര് തിരിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ഈ 3ാമത്തെ ആൾക്കാണ് അവസാനം ജോലി കിട്ടുന്നത്. കാരണം ഒരു വ്യക്തിത്വം എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റില്ല, അല്ലെ? പരീക്ഷണങ്ങളിൽ കൂടിയാണ് മനുഷ്യരെ തിരിച്ചറിയുന്നത്. അപ്പൊ ദൈവത്തിന് അതിന്റെ ആവശ്യമില്ല. ദൈവം എല്ലാവരുടെ ഹൃദയത്തിനും വ്യക്തമായിട്ട് അറിയാം. പക്ഷെ നമ്മള് ഈ ദൈവത്തിന്റെ വാഗ്ദാനം സ്വീകരിക്കണമെങ്കിൽ ദൈവം പരീക്ഷിക്കുന്ന ഒരു കാരണമുണ്ട്. എന്തെന്ന്? നമ്മൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലേ?
അനുസരിക്കാതെ ഒരു വാഗ്ദാനവും നമുക്ക് കിട്ടില്ല. അല്ലെ? നമുക്ക് വാഗ്ദാനം കിട്ടുമ്പോഴാണ് നമ്മൾ പ്രൊട്ടക്ടർ ആവണത്. അല്ലെ? അതെ അതെ അപ്പോ ദൈവത്തിന്റെ വാഗ്ദാനം സ്വീകരിക്കുവാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം. വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ ദൈവം വാഗ്ദാനം ചെയ്തു. ചെറുതൊന്നും പറയാറില്ല. എല്ലാം ഹെവി ആയിട്ടുള്ള വാഗ്ദാനങ്ങളാണ്. പക്ഷെ അത് സ്വീകരിക്കാൻ പറ്റാത്തതിന്റെ കാര്യം ഇതിന്റെ മുമ്പിലും പുറകിലുള്ള അനുസരിക്കേണ്ട കാര്യങ്ങളിലുള്ള കണ്ടീഷൻസ് സ്വീകരിക്കാനുള്ള മനോഭാവം ദുർബലമാകുന്നതുകൊണ്ടാണ് പ്രൊട്ടക്ഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. മേഖലകളിൽ നമുക്ക് മാത്രമല്ല, ലോകം മുഴുവനും ഇതതാ സംഭവം. സഭയിലും സമൂഹത്തിലും കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും ആത്മീയ ജീവിതങ്ങളിലും ഭൗതിക ജീവിതങ്ങളിലും ദൈവത്തെ അനുസരിക്കാൻ മാത്രം ആർക്കും മനസ്സില്ല, ആഗ്രഹമില്ല. അപ്പൊ അതുകൊണ്ട് ആ മേഖലകളിൽ വരുന്ന അപകടം വളരെ ഭീകരമായിരിക്കും. നമുക്കതിനെ താങ്ങാൻ പറ്റാത്തതായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് സംരക്ഷണങ്ങൾ ആ വഴി ഒലിച്ചു പോകുന്ന മേഖലകൾ നമ്മൾ പോലും അറിയില്ല. ഇതെന്ത് എങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. പല കുടുംബങ്ങളിലും കുഞ്ഞുങ്ങളില്ല. പല കുടുംബങ്ങളിലും പിന്നെ വിവാഹങ്ങൾ നടക്കുന്നില്ല. വീട് വെക്കാൻ പറ്റുന്നില്ല. ദാരിദ്ര്യം, നിരന്തരമായ രോഗാവസ്ഥ, പിന്നെ എന്താണ് എന്നും നിരാശയാണ്. നിരാശ, രക്ഷപ്പെടാൻ പറ്റാത്ത വിധം എല്ലാ പഴുതുകളും അടങ്ങി പോകുന്നു. അധ്വാനത്തിനൊരു കുറവുമില്ല. ഇതിന്റെയൊക്കെ മൂലകാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴേ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധത്തോടുകൂടെ ദൈവത്തെ, എല്ലാത്തിനും വഴിയുണ്ട്, സിമ്പിൾ ആണ്. ദൈവത്തെ അനുസരിക്കാനും സ്നേഹിക്കാൻ തുടങ്ങിയ എല്ലാ വാതിലുകളും തുറക്കപ്പെടും. ആ ഒരു അനുഗ്രഹം തിരിച്ചറിയുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മറിയത്തിന് സ്തോത്രഗീതം വായിക്കട്ടോ. ഇപ്പോൾ വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തില് മറിയം പറയാണ്, മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ വചനം വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നതിന് പ്രേരണ കയറുമ്പോ തന്നെ എന്റെ മനസ്സ് ഭയങ്കര മൂഡ് ഔട്ടായിരുന്നു. ഭയങ്കര മൂഡ് ഓഫ് എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാൻ ഒട്ടും തോന്നണില്ല. അങ്ങനത്തെ ഒരാള് പ്രാർത്ഥന എങ്ങനെ ലീഡ് ചെയ്യും? അല്ലെ? നമ്മൾ പ്രാർത്ഥന ലീഡ് ചെയ്യാൻ പിന്നെയും സമാധാനമുണ്ട്. നമ്മള് എന്താണ് സാധാരണ റുട്ടീൻ ചെയ്യുന്ന ഒരു പ്രാർത്ഥന, ജപമാലയും കരണക്കൊന്തയൊക്കെ ചെയ്യാണ്. അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇടപെടാതെ ഒരു കാര്യവും നീക്കാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ ഇപ്പൊ പറയുന്ന വചനങ്ങളൊന്നും നേരത്തെ കാലേ കൂട്ടി ചിന്തിച്ച് ചെയ്യുന്നതോ പ്രിപ്പയർഡ് ആവുന്നതൊന്നും അല്ല. കർത്താവ് തന്നെ സഹായിക്കണം. അതിനെതിരെ, അതായത് ഞാൻ എന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്താൽ തന്നെ ഒന്നും നിങ്ങൾക്കും മനസ്സിലാവില്ല, എനിക്കും മനസ്സിലാവില്ല. നമ്മുടെ സമയം വേസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ന് തുടങ്ങിയോ ഈ ഓൺലൈനിൽ ഈ ഒരു ശുശ്രൂഷ തുടങ്ങി അന്ന് മുതൽ ഞാൻ ഒരിക്കലും പോലും ദൈവം തന്നെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ്. പക്ഷെ ഇന്ന് എന്റെ മനസ്സങ്ങാട് ഭയങ്കര കടുപ്പമായി പോകുന്ന പോലെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് ഇന്ന് ഞാൻ വചനമൊന്നും പറയുന്നില്ല. ഇന്ന് വളരെ ഫാസ്റ്റായിട്ട് ഞാൻ എല്ലാവർക്കും തിരക്കുണ്ട്, പിന്നെ നോമ്പുകാലമൊക്കെ അല്ലേ, അതാണിത്. ഞാൻ തന്നെ എന്നോട് എക്സ്ക്യൂസ് പറയുക, കാരണം എന്റെ മനസ്സ് ഓക്കെ അല്ല. അപ്പൊ ഉള്ളിലിരുന്ന് പറയാണ്, അപ്പൊ ഇത്ര നാൾ എങ്ങനെ പോയത് എന്നിങ്ങനെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ മനസ്സില് കർത്താവ് തരുന്ന ചിന്തകള് വളരെ എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഇന്ന് വരെ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഓരോ കാര്യങ്ങളും പറയുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ വെറും കാലിയാണ്.
ഫുൾ കാലിയായിട്ട് ഇരിക്കണത്. ഒന്നുമില്ല. എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ തലച്ചോറിലേക്ക് എന്തെങ്കിലും വന്നാൽ കർത്താവ് തരാതെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോ ഞാൻ പക്ഷെ ഇന്ന് എനിക്ക് മനസ്സൊട്ടും ഓക്കെ അല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്നൊന്നും ചെയ്യില്ല. അപ്പോ ദൈവത്തിന് ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനം ദൈവത്തിന്റെ ഉള്ളത് കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞാലും എനിക്കത് സാധിക്കൂലെന്ന് എനിക്കും അറിയാം, ദൈവത്തിന് അറിയാം. പക്ഷെ ഇത് എനിക്കും ദൈവത്തിന് വേണ്ടിയല്ല, അല്ലെ? നമുക്ക് ഇപ്പോ നമ്മള് പ്രവാചകര് പ്രവചിച്ചു വെച്ചത് പ്രവാചകർക്ക് വേണ്ടിയാണോ? അല്ല, അല്ല, ദൈവജനത്തിന്. ദൈവത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു, അല്ലെ? അന്നും ഇന്നും ആരിൽ കൂടിയൊക്കെ എന്തൊക്കെ പ്രവചനങ്ങള് ദൈവം പ്രവചിക്കുന്നു അന്നത്തെ പോലെ തന്നെ പരിശുദ്ധാത്മാവിൽ കൂടിയാണ് അത് പ്രചോദിതമാകുന്നത്. ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാല് മറിയത്തിന്റെ ഈ ഒരു ചിന്തയാണ്. അതായത് എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതായത് എല്ലാവർക്കും വേണ്ട ഒരു പുണ്യമാണ്, ഒരു ആഗ്രഹമാണ്, ഒരു സ്നേഹമാണ് ഈ ഒരു അതായത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണം, അല്ലേ? ഈ ഒരു മഹത്വീകരണത്തിന്റെ വാക്കിന്റെ ഫ്രൂട്ടിലാണ് മറിയം ഫുൾ ഓഫ് ഗ്രേസ് ആയത്. അതായത് സ്വന്തം നാമത്തിന്റെ മഹത്വം അല്ല മറിയം എപ്പോഴും ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ചിന്തകളില് എന്തൊക്കെ എന്റെ ജീവിതത്തിൽ നടക്കുന്നു അതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം, അല്ലെ? വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എപ്പോഴും എന്ത് കാര്യത്തിലും മറിയം ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ലക്ഷ്യമൊന്നേ ഉള്ളൂ. എന്താ? പിതാവായ ദൈവത്തിന്റെ മഹത്വം ഞാനെന്ന വ്യക്തിയിൽ കൂടി നിരന്തരം വർദ്ധിപ്പിക്കണം. അതായത് ഇപ്പൊ നമുക്ക് എന്താണ് പ്രകാശം ഒരു റൂമില് നമ്മളൊരു ചെറിയ വോൾട്ടേജ് ഉള്ള ഏറ്റവും 0 വോൾട്ട് ബൾബാണെങ്കിൽ നമുക്ക് എല്ലാ ലൈറ്റ് ഓഫ് ആക്കിയാലും ഈ 0 വോൾട്ട് ബൾബ് കുറച്ചുകൂടി ലൈറ്റ് കൂടുതൽ തരുന്ന ഒരു പ്രവണത കാണാറുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മള് അതായത് വൈറ്റ് കളറിലെ ബൾബാണെങ്കിൽ ഇപ്പം 0 വോൾട്ട് ഒക്കെ LED ബൾബൊക്കെയാണ്. പണ്ടെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ പല പല കളേഴ്സ് ഉള്ള ബൾബ് ഉണ്ടല്ലോ 0 വോൾട്ട്. അത് ഈ റെഡ് ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും എല്ലാ ബൾബും കെട്ടുകഴിഞ്ഞാൽ എല്ലാ ബൾബും ഓഫ് ആണെങ്കിൽ ഈ ബൾബൊക്കെ അങ്ങോട്ട് കുറേ കൂടി ബ്രൈറ്റ്നെസ് ആകാൻ തുടങ്ങും, അല്ലെ? 0 വോൾട്ട് എന്നാണ് പേര്, അല്ലേ? പക്ഷെ അതിന്റെ പവർ കാണുന്നത് എങ്ങനെ? എല്ലാം ഓഫ് ആയി കഴിയുമ്പോ വളരെ ഇരുട്ട് നിറഞ്ഞ അവസ്ഥയിൽ ഈ അതായത് എന്താണ് വൈറ്റ് ബൾബ് ആണെങ്കിൽ ശരിക്കും ഭയങ്കര നല്ല വെട്ടം ഉണ്ടാവും. അതായത് ഞാനൊക്കെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഈ വൈറ്റ് ബൾബാണ് ഉപയോഗിച്ചത് വെച്ചാൽ അപ്പൊ ഭയങ്കര വെട്ടമാണ്, നല്ല വെട്ടമുണ്ട്. അപ്പൊ നമുക്ക് തപ്പിത്തടഞ്ഞൊന്നും നോക്കിയൊന്നും വേണ്ട, എല്ലാം നമുക്കിത് വ്യക്തമായിട്ട് കാണാം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 0 വോൾട്ട് ആയിട്ടുള്ള ഈ ബൾബിന് പോലും ഇത്രയും വെട്ടം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ അതിന്റെ ഫുൾ പവറോടുകൂടിയാണ് അത് കത്തണത്, അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ടോ? അതായത് 0 വോൾട്ട് ബൾബ് അതിന്റെ പരമാവധി അതിന്റെ പ്രകാശം പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ടാണ് അത് കത്തുന്നത്, അല്ലേ? അപ്പോ അങ്ങനെ കത്തുമ്പോ അതിന്റെ പ്രകാശം നമുക്ക് പരമാവധി കിട്ടുകയാണ്. പറയുന്നത് എന്താന്ന് വെച്ചാല് 0 വോൾട്ട് എന്ന്. അപ്പോ 0 ആയിട്ടിരിക്കുന്ന നമ്മളിലും ഒരു ഹീറോ ഉണ്ടെന്ന് ഈ ബൾബുകളൊക്കെ നമ്മളെ നോക്കി പറഞ്ഞു തരുന്നുണ്ട്, അല്ലേ? മനസ്സിലായോ പറയണത്? അപ്പൊ ഇതാണ് മറിയം ഫുൾ ഓഫ് ഗ്രേസ് ആണ്. പക്ഷെ മറിയത്തോട് ചേർന്നിരിക്കുന്ന നമ്മളാകുന്ന സീറോകളെ ഈ മറിയത്തിന്റെ ചിന്തയെ പോലെ നമ്മളെ ചിന്തിച്ചു കഴിഞ്ഞാല് മറിയത്തെ പോലെ ഒരു ഹീറോയായി മാറുവാൻ ആര് ഇടയാക്കും? ദൈവമാണ് ഇടയാക്കുന്നത്, മറിയമല്ല. മറിയത്തിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന കൃപ കൃത്യമായി ഉപയോഗിക്കുവാൻ മറിയം മക്കളെ സഹായിക്കും, അല്ലെ?
അപ്പോ നമ്മള് സീറോയാണ്. പക്ഷെ നമ്മുടെ പരമാവധി ഈ ഒരു ചിന്ത, അതായത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്, ദൈവത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യണം എന്നുള്ളൊരു ധാരണ എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ എത്ര തളർന്നൊടിഞ്ഞു പോയാലും മനസ്സും ശരീരവും, ചില വ്യക്തികൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാറില്ല. ചില വ്യക്തികൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. പിന്നെ ചില വ്യക്തികളുടെ മുമ്പിൽ ഇരുന്ന് നമുക്ക് കുർബാന കൂടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ സാഹചര്യങ്ങൾ ഞാനിങ്ങനെ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്താണ് എന്റെ മോൻ വന്നിട്ട് വെറുതെ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് നടക്കും. അവനിങ്ങനെ വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ പറയും മിണ്ടാതിരിക്കുമെന്ന് പറയും. അപ്പൊ ഞാൻ പിന്നെ വേറൊരു കാര്യം ചിന്തിച്ചെന്ന് വെച്ചാല്, ഈ പല പല ശബ്ദങ്ങളുടെ ഇടയിൽ കൂടിയാണ് കുറേ മനുഷ്യര് കർത്താവിന്റെ ശബ്ദത്തിന് വേണ്ടി നിലകൊള്ളുന്നത്. അതായത് ഡാനിയേൽ അച്ഛൻ പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുകയാണ്. ഒരു ആൺകുട്ടി ഇങ്ങനെ എല്ലാ ഈ ഹോസ്റ്റലുകളിലൊക്കെ താമസിക്കുന്ന വെച്ചാൽ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. അപ്പോ ഹോസ്റ്റലിലാണ് ആ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ കൊച്ചിനെ കൊന്നുകളഞ്ഞു അല്ലെ. അപ്പോ ഇതുപോലെ ഇങ്ങനെ നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള ശബ്ദങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമുക്കത് കണ്ടിന്യൂ ചെയ്യണം. ഇപ്പൊ നമ്മളുടെ കൂടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളില്ല, അല്ലെങ്കിൽ ആത്മീയ ചിന്തകളോടുകൂടെയുള്ള ആളുകളില്ല. എന്ത് ചെയ്യും? നമ്മള് ആയി തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് കഠിനമായി അധ്വാനിക്കണം അല്ലേ? നല്ല കഠിനമായി അധ്വാനിച്ചാല് മാത്രമേ നമ്മളുടെ നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ അല്ലേ? ഈശോ വന്നു കഴിഞ്ഞപ്പോ ഈശോ ഓരോരുത്തരുടെയും ജീവിതം അനുസരിച്ച് ഈശോയുടെ നിലപാട് മാറിയോ? ശിഷ്യന്മാരോട് പോലും പറയുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളും പൊയ്ക്കോ എന്നാ പറഞ്ഞേക്കാം അല്ലേ? ദൈവത്തിന്റെ നിലപാടിനൊന്നും ഒരു മാറ്റവും സംഭവിക്കില്ല. ദൈവത്തിന് അങ്ങനെ അതിന്റെ ആവശ്യമില്ല. കാരണം അവർ തിരിച്ചു വരാനും സ്വബോധത്തോടു കൂടെ തിരിച്ചു വരുമെന്ന് നന്നായിട്ടറിയാം അല്ലേ? അപ്പൊ ഈശോ എന്താണ്, ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകും? നിന്റെ പക്കലല്ലേ ജീവന്റെ വചസ്സുകൾ. അപ്പൊ നമുക്ക്, അതായത് കർത്താവിനറിയാം എങ്ങനെ കറങ്ങിത്തിരിഞ്ഞു വന്നാലും എന്താണ്, മരണം കൊണ്ടെങ്കിലും നമുക്കത് തിരിച്ചറിയാൻ പറ്റും അല്ലെ? ജീവനോടുകൂടെ അറിയുന്നത് മഹാഭാഗ്യം, മരിച്ചു കഴിയുമ്പോ അറിയുന്നത് ദുർഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ, മരിച്ചു കഴിയുമ്പോ കിട്ടുന്ന അറിവുകളെല്ലാം നമ്മളെ എന്ത് ചെയ്യും? ആക്രമിക്കും. മരിക്കുന്നതിന് മുമ്പുള്ള അറിവുകളും അനുഗ്രഹങ്ങളും നമ്മളെ ശക്തിപ്പെടുത്തും. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോ മരിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അനുഭവിക്കാൻ പറ്റുമോ? ഇല്ല, ആർക്കും പറ്റില്ല. അതുകൊണ്ടാണ് മരണത്തിന്റെ അവസാന വിനാഴിക വരെ ദൈവം നമ്മളോട് വിശ്വസ്തത പുലർത്തുന്നത്. എന്താണ്? ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുതെന്ന് വിചാരിച്ചു തന്നെയാണ്. നമുക്കിന്ന് ഈശോ നൽകുന്ന തിരുവചന ഭാഗം തന്നെ നാഹൂം 1:7, കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളുകളിൽ അഭയദുർഗവുമാണ്. പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അതായത് നമ്മൾ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് പറയുകയാണ്, നീ അങ്ങനെയാവും ഇങ്ങനെയാവും എന്ന് പറയും. ഇപ്പൊ നമ്മൾ പറയും നടക്കുന്ന കാര്യമായി എന്ന് പറയും. പക്ഷെ എന്താണ്, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താ? ഇപ്പൊ സാറ ചിരിച്ചത് എന്താ കാര്യം? അടുത്ത വരവിന് അടുത്ത വരവിന് നിന്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടാവും എന്ന് പറയുമ്പോ സാറ് ഒരു കുലുങ്ങിച്ചിരി ഉണ്ട് അല്ലേ? പക്ഷെ ആ ചിരി ആര് കണ്ടു? ദൈവം കണ്ടു. അപ്പോ നീ ചിരിച്ചത് എന്താന്ന് ചോദിക്കുമ്പോ, അപ്പൊ തന്നെ ചിരിച്ചത് എന്താന്ന് ചോദിക്കുമ്പോ കളിയാക്കി ചിരിച്ചാന്ന് സാറയോട് ചോദിക്കുമ്പോ സാറ പേടിച്ചു പോകും. കാരണം ഈ ചിരി ഉള്ളിലാണ് ചിരിച്ചത്, പക്ഷെ കർത്താവ് കണ്ടു. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മളൊക്കെ കഷ്ടപ്പാടും ദുരിതത്തിന്റെ നടുവിൽ കർത്താവ് വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും, നീ അങ്ങനെയാവും ഇങ്ങനെയാവും. പക്ഷെ നടന്ന കാര്യമായി എന്ന് പറഞ്ഞ് എന്തുണ്ടാക്കരുത്, നല്ല കാര്യമായി എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലിരുന്ന് കുലുങ്ങിച്ചിരിക്കുന്നതോ കുലുങ്ങാണ്ട് ചിരിക്കുന്നതോ എല്ലാം കാണും ദൈവം. പക്ഷെ എന്താണ്, നമ്മള് എപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങുന്നു അന്ന് ആ സമയം ആ സ്പോട്ടിൽ മാറ്റങ്ങൾ കാണാനായിട്ട് ഇടയാകും. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അത് മറിയത്തിന് അങ്ങനെ ശങ്കിക്കാനുള്ള ഒരു മറിയമേ നീ ശങ്കിക്കേണ്ട എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്?
ഇത് ലോകത്തിന്റെ മുമ്പിലാണ് മറിയം ജീവിക്കാൻ പോകേണ്ടത്, അല്ലെ? ഒരു അതെ വാഗ്ദാനവും പ്രവചനവും ഒക്കെ സ്വീകരിക്കാനൊക്കെ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ഈ ലോകത്തിന്റെ മുമ്പിലാണ് മറിയം ഇനി ജീവിക്കാനുള്ളത്. അതെ സ്വർഗത്തിലൊന്നുമല്ല, ഭൂമിയില് നികൃഷ്ടമായ ജീവിതങ്ങളുടെ ഇടയിൽ മറിയം എങ്ങനെ അത് കടന്നു പോകണമെന്ന് മറിയത്തിന് ഒരു ശങ്ക വരാൻ സാധ്യതയുണ്ടായി എന്ന് പരിശുദ്ധാത്മാവിനാല് മനസ്സിലാകുമ്പോ ദൂതൻ പറയാണ്, മറിയമേ നീ ശങ്കിക്കേണ്ട. എന്ത് സംഭവിക്കും? സ്വർഗത്തിന്റെ ശക്തി നിന്നെ ആ ശക്തിപ്പെടുത്തും, അതെ അല്ലേ? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും ആവസിക്കും. ആവശ്യം പിന്നെ മറിയം ശങ്കിച്ചിട്ടില്ല. പിന്നെ മറിയം മരണം വരെ ശങ്കിച്ചിട്ടില്ല. ശങ്കയല്ല, അല്ലെ? ഇപ്പൊ നമുക്കിപ്പോ ഒരു ആ എന്താണ്, കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് കുഞ്ഞുണ്ടാകുമോ? അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ സ്ത്രീ വ്യഭിചാരം ചെയ്തു എന്നുള്ളത് ഇന്നും അന്നും ഒരേപോലെ കണക്കാക്കുന്ന അവസ്ഥയാ. അതെ മറിയമാണെങ്കിൽ പരിശുദ്ധിയായിട്ട് ജീവിച്ചൊരു വ്യക്തി. പിന്നെ എങ്ങനെയാ? അതുമല്ല, മറിയം ഒരു നാസ്തികവ്രതക്കാരിയാണ്. അപ്പൊ അതെങ്ങനെ സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണം ഹൃദയം കൊണ്ട് ശരീരം കൊണ്ട് സമർപ്പിച്ചത് കൊണ്ടാണല്ലോ ദേവാലയത്തില് മറിയത്തിന്റെ അമ്മ കൊണ്ടുപോയി കൊടുത്തത്. പിന്നെ അങ്ങനെ ഗർഭിണിയാവണത്, അല്ലെ? അതെ അപ്പോ മാനുഷികമായി ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പൊ അതുപോലെ ചിന്തിക്കുമ്പോൾ ലോകത്തോടും നമ്മള് അതേ സമയത്ത് തന്നെ ലോകത്തോടും മറിയം പറയുന്ന കാര്യം തന്നെയാണ് ഇതെങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ മറിയം മനസ്സിലാക്കുന്നത് പോലെ തന്നെ ലോകവും മറിയം പറഞ്ഞതിൽ കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോ ഈ വചനം വെച്ച് നോക്കുമ്പോൾ കർത്താവ് കടന്നു വരാനായിട്ടുള്ള എല്ലാ സങ്കടങ്ങളിലും ദുഷ്കരമായ ജീവിതങ്ങളിലും എന്തുണ്ട്? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്ന് പറഞ്ഞ പോലെ കഷ്ടതകളുടെ നാളിൽ ദൈവം തന്നെയാണ് നമുക്ക് അഭയം. ദൈവത്തിന്റെ ആ ശക്തി തന്നെയാണ്. പലരും ഇന്ന് ഞാനൊരു ഞാൻ എന്താ ക്ലിയർ ആയിട്ട് കേട്ടില്ലെങ്കിലും ഒരു നിരീശ്വരവാദിയുടെ മകള് പറഞ്ഞൊരു കാര്യമാണ്, അവർക്ക് അങ്ങേർക്ക് ക്യാൻസർ വന്നു. ക്യാൻസർ വന്നപ്പോഴേക്കും അവസാന കാലങ്ങളിലായപ്പോഴേക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇന്റർവ്യൂ ചെയ്ത വ്യക്തിയോട് നിരീശ്വരവാദികളൊക്കെ പ്രാർത്ഥിക്കുവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാ പറഞ്ഞത്, കാരണം ജീവിതം കൊണ്ട് പഠിച്ച കാര്യങ്ങളാണ്, അല്ലാണ്ട് സ്വന്തമായിട്ട് മനസ്സിലാക്കിയതല്ല. ജീവിതം കൊണ്ട് കർത്താവ് തന്നെ പഠിപ്പിക്കും ചില കാര്യങ്ങൾ. എന്ത്? കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളുകളിൽ അഭയദുർഗവുമാണെന്ന്, സങ്കടങ്ങളുടെയും ദുരിതങ്ങളുടെയും സഹായതയുടെ മുമ്പില് ഈ അറിവിൽ കൂടി മനുഷ്യർക്ക് കടന്നു പോകുവാൻ ദൈവം സഹായിക്കും, അല്ലേ? അപ്പൊ ഇതാണ് എല്ലാ മനുഷ്യരുടെ, അതായത് പണക്കാരനെന്നില്ല, പാവപ്പെട്ടവനെന്നില്ല, ദുരിതപ്പെട്ടവനെന്നില്ല, രോഗാവസ്ഥയെന്നില്ല, എല്ലാവർക്കും സഹായിക്കുക. അതുകൊണ്ടാണ് ലോകത്ത് വെച്ച് ഈശോ പറയുന്ന ഒരു കാര്യം, നമ്മൾ ജീവിക്കുമ്പോ ഈ പുഴുവും ചിതലും അരിക്കാത്ത നിക്ഷേപങ്ങള് കണ്ടെത്തുക. ഈ പുഴുവും ഉറുമ്പും ചിതലും അരിക്കാത്ത നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഈ ലോകത്തിൽ നശിഞ്ഞു പോകുന്നത് ഒന്നും നമ്മൾ സൂക്ഷിക്കരുത്, അല്ലേ? നശിഞ്ഞു പോകാൻ ഇപ്പൊ നമുക്ക് എന്തുണ്ട്? നമ്മുടെ ശരീരം പോലും നമ്മൾ സൂക്ഷിക്കരുത്. എന്തിനു വേണ്ടി? നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, അല്ലെ? ഇപ്പൊ ഈ കാലഘട്ടത്തിൽ അത് മാത്രമേ സംഭവിക്കുന്നത്, അല്ലേ? മനുഷ്യര്, അതായത് പണവും പ്രശസ്തിയും പോട്ട്, അത് പിന്നെ മനുഷ്യന്റെ സ്വാർത്ഥതയാണ്. സ്വന്തം ശരീരത്തെ കുറിച്ച് പോലും അല്പമെങ്കിലും ശ്രദ്ധയുണ്ടെങ്കിൽ ആത്മാവ് എന്ന് പറയുന്ന സംഭവം അഴിഞ്ഞ് താഴെ വീണ ഈ കെട്ടിപ്പൊക്കുന്ന സൗദമാകുന്ന ഈ ജഡം ഈ പുഴുക്കൾ തിന്ന് തീർക്കാനുള്ളതാണെന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ? ഈ കഴിഞ്ഞ സത്യഭാമ എന്ന് പറഞ്ഞ കലാമണ്ഡലം, സത്യഭാമ എന്നുണ്ട്. ഇപ്പൊ കലാമണ്ഡലത്തിന് അവരെ പിരിച്ച് കിട്ടുന്ന പറയാം. അവരുടെ ആ പേരില് കലാമണ്ഡലം വന്നതിൽ തന്നെ അവർക്ക് ഭയങ്കര അപമാനമായി എന്ന് പറഞ്ഞു. വല്ല കാര്യമുണ്ടോ? അടങ്ങി ഒതുങ്ങി വല്ലയിടത്ത് ഇരുന്നാ പോരെ അവർക്ക്, അല്ലെ? കടന്നു വന്നത് നിങ്ങൾക്കല്ല. അതെന്താ കാര്യം? ഈ ലോകം പറഞ്ഞു പിടിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് മനുഷ്യരുടെ ഹൃദയത്തിൽ. അത് അവരത്രയും പ്രായമെങ്കിലും ഇപ്പോഴത്തെ ജനറേഷനിൽ അത്യാവശ്യം ബോധമുണ്ട്. പക്ഷെ ഈ ഇത്രയും പ്രായമായിട്ട് പോലും അവർക്ക് ബോധം വെച്ചിട്ടില്ല. കാര്യം വെച്ചാൽ അവരുടെ കൾച്ചർ, ജീവിതത്തില് അവര് നേടിയെടുത്ത കൾച്ചർ അതായിപ്പോയി.
അതുകൊണ്ടാണ് അവർക്ക് അത്ര അറിവുള്ള, അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ലൊക്കാലിറ്റിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു സംസ്കാര അറിവ് അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അവരങ്ങനെ പറയാം. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് അത്യാവശ്യം കുറച്ചെങ്കിലും ബുദ്ധിയും ബോധവും ഒക്കെ ഉണ്ട് മനുഷ്യർക്ക്. അത് മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നഷ്ടപ്പെട്ടു പോണത്, അല്ലെ? അപ്പൊ അതെ ആ വ്യക്തി ഇപ്പം മണിയുടെ അനിയൻ ഇപ്പൊ കുറച്ചുകൂടി നല്ല രീതിയിൽ ഉയർന്നു വരുവാൻ ഈ സത്യഭാമ കാരണമാകും. അതെ കാരണമായി. അത് തന്നെ എല്ലാവരും പറയുന്നേ. അതെ അപ്പൊ അതപ്പോ ശരിക്കും പറഞ്ഞ അവര് ഉപകാരമായി, അല്ലേ? കഷ്ടതയുടെ കർത്താവ് നല്ലവനാണ്. കഷ്ടതയുടെ നാളുകളില് ദൈവം നമ്മളെ ഒരുപാട് നമ്മളെ ഉയർത്തും, അഭയമായിരിക്കും. അല്ലേ? അപ്പൊ അവര് പറഞ്ഞ ആൾക്കാര് നെഗറ്റീവ് വൈറലായി, മറ്റേ ആള് പോസിറ്റീവായിട്ടും വൈറലായി, അല്ലേ? അതെ എവിടെ ഇരിക്കുന്നു കാര്യങ്ങള്? അപ്പൊ അതാണ്, അതായത് ദൈവം എന്ന് പറഞ്ഞ ഒരു സത്യം എന്ന് പറഞ്ഞാല് നന്മയുടെ ദൈവമാണ്, നീതിയുടെ ദൈവമാണ്. എല്ലാവരും യേശുക്രിസ്തുവിനെ എല്ലാം ആരാധിക്കുന്നത്, അല്ലേ? ആണോ? ദൈവം എന്ന് പറയുന്ന ഒരു ചിന്ത മനുഷ്യർക്ക് എപ്പോഴും ഉണ്ട്. അത് ദൈവം മനുഷ്യന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കാര്യം. ഇതിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ് നന്മകള്, അല്ലേ? മനസ്സാക്ഷിയുടെ നല്ല നല്ല ഫ്രൂട്ടുകൾ. ഇത് ഈ ഉള്ളിൽ ആളില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരണത്. നന്മയുള്ള മനുഷ്യൻ എവിടെ ചെന്നാലും നന്മയെ ചെയ്യുള്ളൂ, ആർക്കും ദ്രോഹം വയ്ക്കില്ല. ഈ ഉള്ളിൽ ആളില്ലാത്തതുകൊണ്ട്, ആൾവാസം ഇല്ലാത്തതുകൊണ്ടാണ് മറ്റുള്ളവരെ ദ്രോഹിക്കണം, നിന്ദിക്കണം, അപമാനിക്കണം, കൊല ചെയ്യണം, അങ്ങനെ ചെയ്യണം, വഞ്ചിക്കണം എന്നുള്ള ചിന്ത. കാരണം എന്താ? അശുദ്ധാത്മാവിന്റെ ചിന്ത അവനെ ഉപയോഗിക്കുന്നോണ്ടാണ്, അല്ലെ? ജഡത്തിന്റെ അരൂപിയും പരിശുദ്ധാത്മാവിന്റെ അരൂപിയും ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് വേർതിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല ഓരോരുത്തരുടെയും നിലപാടും സംസ്കാരവും. ഇപ്പൊ നമുക്ക് ഒരു എന്തെങ്കിലും സോഷ്യൽ ആയിട്ടുള്ള ഒരു കാരണം, ഒരു വാർത്ത കേട്ടു, അത് നമുക്ക് കമന്റ് നോക്കിയാൽ മതി, ഓരോരുത്തരുടെ നിലവാരം മനസ്സിലാക്കാൻ എളുപ്പം സാധിക്കും. അപ്പോ എന്താണ്, അവനവന്റെ കൾച്ചർ എങ്ങനെയായാലും പുറത്തു ചാടും, എപ്പോഴാണ് പുറത്തു ചാടും. കാരണം ഈ നന്മയുള്ളവന് വ്യക്തതയുണ്ടാവും, നന്മയില്ലാത്തവന് കപടതയാണ്. അവനെപ്പോഴും അതിലാണ് നിന്നുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ എന്താണ്, കഷ്ടതയുള്ളവൻ ചിലപ്പോ കുറെ വിഷമിക്കാം ഈ ഭൂമിയിൽ. അതവനെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവം കൂടെ ഉണ്ടാവും. ആ ഒരു തിരിച്ചറിവോടുകൂടെ നമുക്കും നമ്മുടെ കഷ്ടപ്പാട് ഇന്നുവരെ നമുക്ക് കിട്ടിയിരിക്കുന്ന പല കഷ്ടപ്പാടുകളും അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവം എത്രയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ആ മേഖലകളെ ഇനി നമുക്കറിയാം, നമ്മൾ ഈ കേൾക്കുന്നതൊന്നുമല്ല, പറയുന്നൊന്നുമല്ല, നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ അവസ്ഥകളും മനുഷ്യർ അറിയുന്നില്ല. കർത്താവിന്റെ ദൈവത്തിന്റെ, അതായത് സ്രഷ്ടാവായ ദൈവത്തിന്റെ കരുണ മനുഷ്യർ തിരിച്ചറിയാതെ പോകുന്നത് സൃഷ്ടിക്ക് വളരെ അപകടകരമായ അവസ്ഥയാണ്. ഇതൊന്നും തിരിച്ചറിയുക. കർത്താവിന്റെ സ്നേഹത്താൽ എല്ലാ മനുഷ്യരും പൊതിയപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹൃദയത്തെ കാരുണ്യ സ്രോതസ്സായ ഒഴുകിയിറങ്ങുന്ന തിരു രക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു.